പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിലുള്ള എല്ലാവരും ചേർന്നിട്ട് ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ അനിയുടെ മുഖം ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നതും അനിയുടെ മുഖം മാറിയിരിക്കുന്നതും സങ്കടപ്പെട്ടിരിക്കുന്നതും കാണുന്നത്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്ത് പറ്റി, നിൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഇവരെല്ലാം സന്തോഷത്തോടു കൂടെ ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്താണ് ജലജ വന്നിട്ട് പറയുന്നത്, നിനക്കെന്താണ് എൻ്റെ മകളോട് സംസാരിച്ചാൽ നീ ഇപ്പോഴും ഒരു അടുപ്പവും കാണിക്കുന്നില്ലല്ലോ, വിവാഹ നിശ്ചയവും മുതിരമാറ്റ ചടങ്ങും ആവാറായി, എന്നിട്ട് പോലും നീ ഒരു അടുപ്പം കാണിച്ച് അവളോട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ അനി അവിടെ നിന്ന് എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ജലജ മുത്തശ്ശനോട് പറയുന്നുണ്ട്, അച്ഛാ ഇവൻ എന്തൊക്കെയോ ഒപ്പിക്കാനുള്ള പരിപാടിയാണ്, നിശ്ചയം കുളമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കത്തില്ല, ഞാനിവിടെയുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് മുത്തശ്ശി എല്ലാവരോടും ഇനി ഇങ്ങനെ കുട്ടികളെ പോലെ ഇവിടെ ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുകയല്ല, എല്ലാവരും പോയി ഉറങ്ങാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും പിരിച്ചു വിടുകയാണ്. അങ്ങനെ ആ ഒരു സമയത്താണ് അഭി അവിടെ നിന്ന് പോവുകയും അച്ഛനുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് ആ സമയത്ത് നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഇപ്പോൾ കളിയുടെ ആഹ്ലാദത്തിലാവുമല്ലേ, അതിൽ മുഴുകിയിരിക്കുകയാണല്ലേ, ഈ സമയത്താണ് നമുക്ക് ചെയ്യാനുള്ളത് അവർക്കിടയിലേക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, അവരറിയാതെ ഓരോ കാര്യവും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നൊക്കെ അഭിയോട് പറയുന്ന സമയത്താണ് ജലജ ഈ ഫോണിൽ സംസാരിക്കുന്നതും കേട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അഭി ജലജ വരുന്നതായിട്ടുള്ള കാഴ്ച കാണുന്നതും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ വരുന്ന സമയത്ത് നീ ഫോൺ കട്ട് ചെയ്തത്, എന്നെ കണ്ടപ്പോഴാണല്ലോ നീ ഫോൺ ചെയ്യുന്നത് നിർത്തിയത്, ആരാടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പതറിയ ശബ്ദത്തോടു കൂടി നമ്മുടെ അഭി പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയായിരുന്നു, ഒരു സീക്രട്ട് കാര്യമാണ്, പിന്നെ അവന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചെന്നേ ഉള്ളൂ, അപ്പോൾ കറക്റ്റ് സമയത്ത് അമ്മ വരുന്ന സമയത്തായി പോയി വെച്ച് പോയത്, അതുകൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെ തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ജലജാബിയുടെ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, എനിക്കും കൂടെ അറിയണമല്ലോ എന്താ നിങ്ങൾക്ക് സീക്രട്ടായിട്ട് ഇത്ര പറയാനുള്ളത് എന്നുള്ളത്, ഞാനും നീയും തമ്മിൽ അറിയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നാൽ മതി, അല്ലാത്ത കാര്യങ്ങളൊന്നും നടക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് അഭി വീണ്ടും ഫോൺ പിടിച്ച് വലിച്ച് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അമ്മ ഈ ചെയ്യുന്നത്, എൻ്റെ ഫോൺ എന്തിനാ അമ്മയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ നീ ഇങ്ങതാടാ, ആരാ വിളിച്ചത് എന്നുള്ളത് എനിക്കൊന്ന് അറിയണമല്ലോ, നിൻ്റെ സ്വഭാവമല്ലേ, ഏത് നേരവും കള്ളത്തരം പറയുന്ന സ്വഭാവമാണല്ലോ, അതുകൊണ്ട് ആരാ വിളിച്ചാൽ എനിക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിക്ക് വന്ന ആ ഫോണിലേക്ക് തന്നെ തിരിച്ച് വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് റിങ് ചെയ്യുമ്പം നാഗേന്ദ്രൻ എടുത്തിട്ട് ഹലോ എന്ന് ചോദിക്കുകയാണ്. മറുവശത്ത് നിന്ന് ജലജയുടെ ശബ്ദം കേട്ടപ്പോൾ ഹലോ ഇതാരാ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ ആകെ ഞെട്ടിത്തടിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് നാഗേന്ദ്രൻ. എന്നിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ജലജ പറയുന്നുണ്ട്, എന്താടാ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഫോൺ കട്ട് ചെയ്തത്, ഇത് അയാളല്ലേ, നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ, എന്തിനാടാ നിന്നെ വിളിച്ചത്, കേട്ടിട്ട് അയാളുടെ ശബ്ദം പോലും ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അത് അയാളൊന്നല്ല, അമ്മയ്ക്ക് തോന്നുന്നതാണ്, അയാൾ നാട്ടിലെത്തി എന്ന് പറഞ്ഞപ്പോൾ മുതൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന സംശയങ്ങളല്ല, അതുകൊണ്ട് തോന്നുന്നതാണ്, അല്ലാതെ ഇത് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് അങ്ങനെ തന്നെയാണെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്, നിൻ്റെ മുഖം കണ്ടാൽ അറിയാം, നിൻ്റെ മുഖത്ത് ഒരു മാറ്റം കണ്ടാൽ എനിക്കറിയാം, നിന്നെ ഞാനാണല്ലോ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്, മറ്റുള്ളവരെക്കാളും എനിക്കാണ് നിന്നെ കൂടുതൽ അറിയുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അച്ഛനാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം, അച്ഛനല്ലേ വിളിക്കുന്നത്, എൻ്റെ അച്ഛനല്ലേ, അല്ലാതെ വേറെ ആരുമല്ലല്ലോ, അത് എനിക്ക് അവർക്ക് മകനുമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു അധികാരവും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വിളിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ പറയുമ്പോൾ ഇനി അച്ഛനെന്ന് പറഞ്ഞിട്ട് ഒരാളും ഇങ്ങോട്ട് കടന്നു വരണ്ട, ഞാനാണ് നിനക്ക് അച്ഛനും അമ്മയും, അതുകൊണ്ട് അങ്ങേരുടെ പേരും പറഞ്ഞ് എൻ്റെ അടുക്കൽ വരികയോ അതുപോലെ തന്നെ അയാളുമായിട്ട് ഫോണിൽ സംസാരിക്കുകയോ ചെയ്താലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ്.